നമസ്കാരം. രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് പാകിസ്ഥാനുള്ള ശക്തമായ മുന്നറിയിപ്പ് കൂടി. ഇന്ത്യൻ ആക്രമണത്തിൽ പാകിസ്ഥാൻ ഭയന്നു. ആണവായുധ ഭീഷണി ഇന്ത്യയോട് വേണ്ടെന്നും ആ ബ്ലാക്ക്മെയിൽ ചെലവാകില്ലെന്നും മോദി പറഞ്ഞു. തീവ്രവാദികളെ വെറുതെ വിടില്ല, അവരെ പിന്തുണയ്ക്കുന്നവരെയും വെറുതെ വിടില്ല. പാകിസ്ഥാൻ ഭരണകൂടം പിന്തുണയ്ക്കുന്ന ഭീകരവാദികൾക്കെതിരെ നടപടി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നീതി നടപ്പായെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭീകരർ നമ്മുടെ സ്ത്രീകളുടെ സിന്ദൂരം അയച്ചു. നമ്മൾ ഭീകരരെ ഭൂമുഖത്തു നിന്നും അയച്ചു. ഓപ്പറേഷൻ സിന്ദൂർ വെറും പേരല്ല, രാജ്യത്തെ ജനങ്ങളുടെ വികാരമാണ്. അത് നീതിക്കായുള്ള പ്രതിജ്ഞയാണ്. പഹൽഗാമിൽ പിടഞ്ഞു വീണത് നിഷ്കളങ്കരുടെ ജീവനുകളാണ്. ഭീകരർ ആക്രമണം നടത്തിയതാകട്ടെ മതത്തിന്റെ പേര് പറഞ്ഞു. ഭീകരവാദത്തിന്റെ ആസ്ഥാനമാണ് തകർത്തത്. ആഗോള ഭീകരവാദത്തിനാണ് തിരിച്ചടിയേറ്റത്. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളിൽ അവരുടെ പരിശീലന കേന്ദ്രങ്ങളിൽ കനത്ത പ്രഹരം നടത്തി. ഇന്ത്യ ഇത്രയും വലിയ തീരുമാനമെടുക്കുമെന്ന് ഭീകരർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. ഇന്ത്യയുടെ ഡ്രോണുകളും മിസൈലുകളും പാകിസ്ഥാനെ ആക്രമിച്ച് ഇല്ലാതാക്കിയത് അവിടുത്തെ ഭീകരരുടെ കെട്ടിടങ്ങളെ മാത്രമല്ല, അവരുടെ ആത്മവിശ്വാസത്തെയും ധൈര്യത്തെയും കൂടിയായിരുന്നു. ധീരരായ സേനാ അംഗങ്ങളെയും ഇന്റലിജൻസ് ഏജൻസികളെയും ശാസ്ത്രജ്ഞരെയും സല്യൂട്ട് ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി അഭിസംബോധന ആരംഭിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിലെ അവരുടെ പങ്കിനെയാണ് മോദി വിലമതിച്ചത്. സേനകളുടെ ധീരതയെ താൻ രാജ്യത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും പെൺമക്കൾക്കുമായി സമർപ്പിക്കുന്നു. ഭീകരരെ തുടച്ചു നീക്കുന്നതിനായി ഞങ്ങൾ സേനകൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു. ഇന്ന് നമ്മുടെ പെൺമക്കളുടെയും സഹോദരിമാരുടെയും സിന്ദൂരം അയച്ചതിന്റെ ഫലം എല്ലാ ഭീകര ക്യാമ്പുകൾക്കും മനസ്സിലായിട്ടുണ്ടാകും. ഓപ്പറേഷൻ സിന്ദൂർ പുരോഗമിച്ചപ്പോൾ പാകിസ്ഥാൻ ലോകത്തിന്റെ സഹായം തേടി. സംഘർഷം പെരുകിയതോടെ നിവൃത്തിയില്ലാതെ പാക് DGMO ഇന്ത്യൻ DGMOയെ ബന്ധപ്പെട്ടുവെന്നും മോദി പറഞ്ഞു. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ലെന്നും അദ്ദേഹം സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന് വലിയ സന്ദേശം നൽകി. ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നയമാണ് ഓപ്പറേഷൻ സിന്ദൂർ. അത് വെറുമൊരു ഓപ്പറേഷൻ പേരല്ല, ഭീകരതയ്ക്കെതിരെയുള്ള നയമാറ്റമാണ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. അത് ഇന്ത്യൻ പൗരന്മാർക്കെതിരെയുള്ള ഭീകരാക്രമണങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള തുടർ നടപടിയായിരിക്കും. നമ്മുടെ പൗരന്മാരെ ആക്രമിച്ചാൽ ഇന്ത്യ ആ ഭീകരതയുടെ ഹൃദയം തകർക്കും. അതാണ് ന്യൂ നോർമൽ. അതാണ് സംയുക്ത സേന കഴിഞ്ഞ 2 ദിവസമായി ആവർത്തിച്ച് പറഞ്ഞതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പാകിസ്ഥാൻ സൈന്യവും സർക്കാരും ഭീകരത വളർത്തുകയാണ്. അത് അവരെ തന്നെ മുച്ചൂടും തകർക്കും. പാകിസ്ഥാൻ രക്ഷപ്പെടണമെങ്കിൽ അവരുടെ ഭീകര കേന്ദ്രങ്ങളെ തകർക്കണമെന്നും ഭീകരതയും ചർച്ചയും ഒരുമിച്ച് പോവില്ലെന്നും മോദി പറഞ്ഞു. ഇന്ത്യയുടെ തിരിച്ചടിയിൽ ഭയന്ന പാകിസ്ഥാൻ ലോകത്തിന് മുന്നിൽ പൊട്ടിക്കരയുകയായിരുന്നു. സഹതാപം പിടിച്ചുപറ്റാനുള്ള ശ്രമം നടത്തി. നിരാശയിൽ അവർ ഇന്ത്യയിലെ ജനവാസ കേന്ദ്രങ്ങളിലും സ്കൂളുകളിലും ആരാധനാലയങ്ങളിലും ആക്രമണം നടത്തി ഇന്ത്യ ശക്തമായി പ്രതിരോധിച്ചു. പാകിസ്ഥാൻ വ്യോമതാവളങ്ങൾ തകർത്തു. ഭീകരവാദികളെയും അവരെ പിന്തുണയ്ക്കുന്ന സർക്കാരിനെയും രണ്ടായി കാണില്ല. ഇനി എന്ത് ആക്രമണ ശ്രമമുണ്ടായാലും തിരിച്ചടി അതിശക്തമായിരിക്കും. ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഭീകരർക്ക് ഇപ്പോൾ അറിയാം. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ ദൗത്യത്തിന് പാകിസ്ഥാൻ സൈന്യമാണ് മറുപടി നൽകാനിറങ്ങിയത്. പാകിസ്ഥാന്റെ മിസൈലുകൾ ഇന്ത്യൻ സൈനിക കരുത്തിന് മുന്നിൽ ഒന്നുമല്ലായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ 100-ലധികം ഭീകരരെ വധിച്ചെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പാകിസ്ഥാൻ കടുത്ത ഞെട്ടലാണ്. ഇന്ത്യക്കൊപ്പം നിൽക്കേണ്ടതിന് പകരം പാകിസ്ഥാൻ ആക്രമണം അഴിച്ചുവിടുകയാണ് ചെയ്തത്. ഗുരുദ്വാരകൾ, സ്കൂളുകൾ, സാധാരണക്കാരുടെ വീടുകൾ എന്നിവയാണ് പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത്. അതിർത്തിയിൽ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ തയ്യാറായിരുന്നു. എന്നാൽ ഇന്ത്യ പാകിസ്ഥാന്റെ ഹൃദയഭാഗത്ത് തന്നെ ആക്രമണം നടത്തി. പാക് സ്പോൺസേഡ് ഭീകരതയോട് വിട്ടുവീഴ്ചയില്ല. ഭീകരവാദവും വ്യാപാരവും ഒന്നിച്ചു നടക്കില്ല. വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാകിസ്ഥാനുമായുള്ള ചർച്ച ഭീകരവാദത്തെക്കുറിച്ചും പാക് അധീന കശ്മീരിനെ സംബന്ധിച്ച് മാത്രമാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി.